ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്. ഇത് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ളതുമാണ്. നമ്മുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് താനും. തിന്മ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ വളരെ ചുരുക്കമാണ്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരികയാണ്. ആഗ്രഹിക്കാത്ത തിന്മ കയറി വരുന്നത് മാത്രമല്ല, തിന്മയ്ക്കായിട്ടൊരു ശക്തി നമ്മളിലുണ്ട്. തിന്മയിലേക്ക് നമ്മളെ കൊണ്ട് വീഴിക്കാൻ എന്തോ ഒരു ഫോഴ്സ് നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനങ്ങ് ചെയ്തു പോവുകയാണ്. അപ്പം ഞാൻ എന്നും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, തിന്മ ചെയ്യാൻ എനിക്കിഷ്ടമില്ല, അശുദ്ധി വിചാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ഓർമ്മയിലും ഒത്തിരിയേറെ അശുദ്ധി കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ കടന്നു വരുന്ന അശുദ്ധിയെ നിയന്ത്രിക്കാൻ പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ഓർമ്മയിൽ പഴയ പാപങ്ങളും അതിൻ്റെ സുഖങ്ങളും താല്പര്യങ്ങളും പൊന്തി വരുന്നു. ഞാൻ എത്ര ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ അധരങ്ങളിൽ നന്മ മാത്രം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും എൻ്റെ അധരത്തിലൂടെ ചിലപ്പോഴെങ്കിലും ശപവാക്കുകളും ചീത്ത വർത്തമാനങ്ങളും ചീത്ത പ്രവൃത്തികളും എല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ എൻ്റെ സംസാരത്തിൽ അശുദ്ധിയും മ്ലേച്ഛതകളും ശപവാക്കുകളും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളും വരുന്നുണ്ട്. എനിക്കെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും? ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും, ഞാൻ എത്ര കുമ്പസാരിച്ചിട്ടും വീണ്ടും ഞാൻ ആ പാപത്തിലേക്ക് പോയി ഞാൻ അറിയാതെ വീഴുകയാണ്. കുമ്പസാരിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നു. എനിക്കെങ്ങനെ ഇതിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം സാധ്യമാണ്? ഒരിക്കലും തിന്മ കടന്നു വരാത്ത ഒരു ജീവിതം എനിക്ക് സാധ്യമാണോ? എൻ്റെ ജീവിതത്തിലെ കഠിനമായ എൻ്റെ ശകാരങ്ങളും വാക്കുകളും മറ്റുള്ളവരെ എന്നിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ട്. എന്നോട് ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് ചിലരെങ്കിലും പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ചിലരെങ്കിലും എന്നെ കാണുമ്പോൾ എന്നിൽ നിന്ന് അകലുന്നുണ്ട്, എൻ്റെ ശത്രുക്കളാവുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഒത്തിരിയേറെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വാക്കുകളുടെ കാഠിന്യം കൊണ്ട് അകന്നു പോകുന്നുണ്ട്. നമുക്ക് നേരായ വണ്ണം സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട്, ചോദ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കഠിനമായ മറുപടി കൊണ്ട്, അല്ലെങ്കിൽ മോശമായ സംസാരം കൊണ്ട്, നിരന്തരമായ ക്രൂരമായ സംസാരങ്ങൾ കൊണ്ട് ഒക്കെ എന്നേക്കുമായി നമ്മുടെ ഒരുപാട് ബന്ധങ്ങൾ അകന്നു പോകുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ എന്നേക്കുമായി എൻ്റെ വാക്കുകൾ മൂലം എന്നിൽ നിന്ന് അകന്നു പോകും. മാതാപിതാക്കളും മക്കളും സ്നേഹമില്ലാത്തവൻ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തവളെന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് അകലുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചിട്ടും എനിക്കത് സാധ്യമല്ലാതെ ഞാൻ വീണ്ടും തിന്മയുടെ വഴികളിലേക്കും പാപത്തിലേക്കും ഒക്കെ ചാഞ്ഞ് പോവുകയാണ്. ചിലപ്പോഴെങ്കിലും മടുത്തു എന്ന് നമുക്ക് തോന്നാറുണ്ട്. എൻ്റെ പ്രവൃത്തികൾ ഒത്തിരി തിന്മയാകുന്നു. ഓരോ കുമ്പസാരവും ഓരോ ധ്യാനവും പുതിയ തീരുമാനങ്ങൾ ഞാൻ എടുക്കും. ജീവിതം നവീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. പക്ഷേ അത് സംഭവിക്കുന്നില്ല. കുറഞ്ഞ നിമിഷത്തേക്ക്, കുറഞ്ഞ ദിവസത്തേക്ക് ഒക്കെ ചില മാറ്റങ്ങൾ വരും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 106 പേജിലെ 409 ഖണ്ഡിക വളരെ വ്യക്തമായിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഴുവനായും ദുഷ്ടൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകത്തിൻ്റെ ദുരവസ്ഥ മനുഷ്യ ജീവിതത്തെ ഒരു സമരമാക്കി മാറ്റുന്നു. മുഴുവനായും ദുഷ്ടൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകത്തിൻ്റെ ദുരവസ്ഥ മനുഷ്യ ജീവിതത്തെ ഒരു സമരമാക്കി മാറ്റുന്നു. നമുക്കറിയാം, സമരം എന്ന് പറഞ്ഞാൽ പ്രതിഷേധമാണ്, എതിരിടലാണ്. നമ്മുടെ നേരെ വരുന്ന തിന്മയ്ക്കെതിരെ ശക്തമായ എതിർപ്പ്, അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നു. അതാണ് സമരം. വ്യക്തിപരമായ ഉത്തരവാദിത്വം ഇവിടെ വേണമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായി പ്രവർത്തിക്കാൻ എപ്പോഴും തിന്മ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. സ്നേഹിക്കാൻ ഈശോ പറഞ്ഞു, പിശാച് നമ്മളെ നിർബന്ധിക്കുക എപ്പോഴും വെറുക്കാനും ശത്രുതയും ഉണ്ടാക്കാനും വഴക്കും ഉണ്ടാക്കാനും. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ പ്രവർത്തിക്കാൻ തിന്മ നമ്മളെ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള കുടുക്കുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും.
ചതിയിൽ നമ്മളെ ഈ കർത്താവിൻ്റെ പ്രവൃത്തികൾക്കെതിരെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കും. അപ്പം മനുഷ്യചരിത്രം മുഴുവൻ അന്ധകാര ശക്തികളുമായുള്ള തീവ്രമായ സംഘട്ടനത്തിൻ്റെ ചരിത്രമാണ്. ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ ഈ സംഘട്ടനം അവസാന ദിവസം വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന് കരണീയമായി ഒന്നേയുള്ളൂ: നന്മയോട് ചേർന്ന് നിൽക്കാൻ ഉചിതമായ സമരം ചെയ്യുക. കൃപാവരത്തിൻ്റെ സഹായത്താലും സ്വന്തം കഠിന പ്രയത്നത്താലുമാണ് മനുഷ്യൻ തൻ്റെ ആന്തരിക ഐക്യം നേടിയെടുക്കേണ്ടതെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 409 ഖണ്ഡിക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സ്വന്തമായിട്ട് കഠിനമായ പ്രയത്നത്താലും കൃപാവരത്തിൻ്റെ സഹായത്താലും മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് നമ്മളെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നു. അപ്പം മനുഷ്യചരിത്രം മുഴുവൻ നമ്മളെ ഇങ്ങനെയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുന്നത്. മനുഷ്യചരിത്രം മുഴുവൻ അന്ധകാര ശക്തികളുമായുള്ള തീവ്ര സംഘട്ടന ചരിത്രമാണ്. അത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നോക്കിയാൽ അറിയാം. ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ ഈ സംഘട്ടനം അവസാന ദിവസം വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന് കരണീയമായി ഒന്നേയുള്ളൂ: നന്മയോട് ചേർന്ന് നിൽക്കാൻ ഉചിതമായി സമരം ചെയ്യുക. കൃപാവരത്തിൻ്റെ സഹായത്താലും സ്വന്തം കഠിന പ്രയത്നത്താലുമാണ് മനുഷ്യൻ തൻ്റെ ആന്തരിക ഐക്യം നേടിയെടുക്കേണ്ടത്. നമ്മുടെ ഉപവാസം, പ്രാർത്ഥന, നോമ്പ്, ഇങ്ങനെ നമ്മുടെ ചെയ്യുന്ന നമ്മളെ ത്യാഗപ്രവൃത്തികൾ, ഇതിനു വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, ത്യാഗപൂർവമായ നമ്മുടെ പ്രാർത്ഥനാ ജീവിത ശൈലികൾ, ഇതെല്ലാമാണ് നമ്മളെ ഇവിടെ സഹായിക്കുക. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഞാൻ കഠിനമായി പരിശ്രമിക്കണം. അപ്പോൾ ആദ്യകാലത്തെ വിശുദ്ധരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ എത്രത്തോളം കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് കടന്നത്. അത് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ മറിയം ത്രേസ്യ ഒരിക്കലും രുചികരമായ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്പം രുചിയുള്ളൊരു ഭക്ഷണം കിട്ടിയാൽ അതിനകത്ത് ഒന്നുകിൽ ചെന്നിനായകൻ ചേർക്കും, അല്ലെങ്കിൽ അല്പം ചാരം വാരിയിടും. ഇതായിരുന്നു മറിയം ത്രേസ്യയുടെ ജീവിതത്തിൻ്റെ ശൈലി. കാരണം ഒരു ത്യാഗമാണ്. നല്ല സുഭിക്ഷമായ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുക, അത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രവണതയാണ്, ആഗ്രഹമാണ്, ന്യായമായ ഒരു ആവശ്യമാണ്. പക്ഷേ മറിയം ത്രേസ്യ അത് പൂർണ്ണമായിട്ടും നിരാകരിച്ചു. നല്ല ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ഒരിക്കലും മറിയം ത്രേസ്യ കഴിച്ചിട്ടില്ല. കാരണം എന്താണ്? ഞാൻ അങ്ങനെ സുഖിക്കേണ്ട ഒരു വ്യക്തിയല്ല എന്ന് ആ സ്പിരിച്വാലിറ്റി, മറിയം ത്രേസ്യയുടെ സ്പിരിച്വാലിറ്റിയിൽ മറിയം ത്രേസ്യ ചേർത്തു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആദ്യ മാതാപിതാക്കന്മാരുടെ കാര്യം നമുക്കെടുക്കാം. ആദ്യ മാതാപിതാക്കന്മാർ അവർ അഭിമുഖീകരിച്ച ഒരു പ്രലോഭനമുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ പർദീസായിൽ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് പറിച്ചു തിന്നാം, പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിനെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്, അത് നീ ഒഴിവാക്കണം, ബാക്കിയൊക്കെ നിനക്ക് തിന്നാം എന്ന് പറയും. പക്ഷേ നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ കാര്യമെടുക്കുമ്പോൾ അവർ അഭിമുഖീകരിച്ച ഒരു പ്രലോഭനമുണ്ട്. ഈ പിശാച് വന്നിട്ട്, സർപ്പം വന്നിട്ട് അവരോട് പറഞ്ഞു, ഈ പഴം നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നന്മയും തിന്മയും തിരിച്ചറിയും, നിങ്ങൾ ദൈവത്തെ പോലെയാവും. ആ പ്രലോഭനം അവരെ നേരിട്ടപ്പോൾ ആ പ്രലോഭനത്തെ നേരിടാൻ ആദ്യമാതാപിതാക്കൾ ഒന്നും ചെയ്തതായി വചനത്തിൽ നമ്മൾ കാണുന്നില്ല. ദൈവവുമായുള്ള അടുത്ത ബന്ധം ഉണ്ടായിട്ടും അവർ തങ്ങൾ പ്രലോഭിതരാണ് എന്നും തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ സർപ്പം ഞങ്ങളെ നിർബന്ധിക്കുന്നു കർത്താവേ എന്ന് ഒരു വാക്ക് തമ്പുരാനോട് പറഞ്ഞില്ല. സർപ്പം പറയുന്നത് ശരിയാണോ ദൈവമേ? ഇങ്ങനെയൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ദൈവവുമായുള്ള അടുത്ത ബന്ധം അവർക്ക് ഉണ്ടായിരുന്നു. പിശാച് അല്ലെങ്കിൽ സർപ്പം വന്ന് അവരെ ഈ കർത്താവ് അരുത് എന്ന് പറയുന്ന പഴം തിന്നാനായിട്ട് നിർബന്ധിച്ച സമയത്ത് ഇത് ശരിയാണോ, സർപ്പം പറയുന്നത് ശരിയാണോ ചിന്തിക്കുകയോ, അവരും ദൈവവുമായിട്ട് അത്ര അടുത്ത ബന്ധമുണ്ടായിട്ടും, വളരെ ഒരു ആത്മാർത്ഥ ബന്ധമുണ്ടായിട്ടും ദൈവത്തോട് ആ വിവരം അവർ പറഞ്ഞില്ല. ദൈവത്തോട് അവർ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ദൈവം അവർക്ക് അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ പ്രലോഭനത്തെ നേരിടാനുള്ള ഒരു വഴിയായി ദൈവത്തോട് പറഞ്ഞത് തീരുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പ്രലോഭനങ്ങളും നമ്മുടെ പരാജയങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ ഓരോ നിമിഷവും സമർപ്പിക്കണം. ഞാൻ ഇങ്ങനെയാണ് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പരാജയങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു.
ഞാൻ ഈ തരത്തിലൊരു പരാതി ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുമ്പം ദൈവം അതിനൊരു മറുപടി തരുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം. പൗലോസ്ലീഹ കർത്താവിനോട് പലതവണ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ശരീരത്തിലൊരു മുള്ള് അതെനിക്ക് മാറ്റിത്തരാൻ ആവശ്യപ്പെട്ട് പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു. കർത്താവ് ഉടനടി അതിന് മറുപടി കൊടുത്തു, നിനക്ക് എൻ്റെ കൃപ മതി. അപ്പം നമ്മുടെ സ്വന്തം പ്രയത്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളും പാപജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും തിന്മകളും നമുക്ക് പലപ്പോഴും ക്രമീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പാപത്തിൻ്റെ ശക്തമായ തള്ളലുകളുമെല്ലാം യഥാസമയം ദൈവത്തെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഒരു കഠിന പ്രയത്നത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതോബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളും നമ്മുടെ പരാജയങ്ങളും ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയായി ഉയരേണ്ടത് അത്യാവശ്യമാണ്. ശക്തമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ ആവശ്യമാണ്. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി നൽകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 പത്രോസ് 4-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. നമ്മുടെ മനോഭാവം തന്നെ ഒരു ആയുധമാണ്. നമ്മുടെ ആയുധത്തിൻ്റെ പ്രത്യേകത അത് മൂർച്ചയുള്ളതായിരിക്കണം, ഉപയോഗിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. എൻ്റെ വിജയം മുഴുവനും ഞാൻ എൻ്റെ ആയുധം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഉപയോഗിക്കാനുള്ള എൻ്റെ കഴിവ്, ഉപകരണമുണ്ടെങ്കിലും ആയുധമുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ എനിക്കറിയത്തില്ലെങ്കിൽ അത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, എനിക്കൊരിക്കലും വിജയം ലഭിക്കുക സാധ്യമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ആയുധമെടുത്ത് ശക്തമായി ഞാൻ തിന്മയോട് പ്രതികരിക്കുകയാണ്. എൻ്റെ മനുഷ്യപ്രയത്നം, ഞാനൊരു അധ്വാനം നടത്തണം. ഉദാഹരണത്തിന് നോമ്പ് കാലത്ത് ഞാൻ നോമ്പെടുക്കുന്നത് എന്നിലെ ഏതെങ്കിലും ഒരു ദുർഗുണം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, കർത്താവിൻ്റെ ഒരു കൃപ ലഭിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവെ ഞാൻ ത്യാഗം സഹിച്ച് ഇങ്ങനെ ചെയ്യുന്നു. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ, എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിപ്പെട്ടല്ല, ദൈവഹിതത്തിന് ഒത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഈശോയെക്കുറിച്ചാണ് പറയുന്നത്, എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിപ്പെട്ടല്ല, ദൈവഹിതത്തിന് ഒത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ തീർച്ചയായിട്ടും പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ സഹിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിക്കുമെന്ന് പത്രോസ്ലീഹയുടെ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെയാണ് നമ്മൾ ത്യാഗങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം. നമുക്കൊക്കെ നമ്മൾ പള്ളിയിലൊക്കെ മുട്ടുകുത്തി നിൽക്കുന്ന നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കുറച്ച് സമയം നമ്മൾ അനുതാപ സങ്കീർത്തന സമയമൊക്കെ നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നു. പക്ഷേ ഇന്ന് മുട്ടുകുത്തി നിൽക്കാൻ ആൾക്കാർക്ക് വിഷമമാണ്. നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നത് ഇച്ചിരി റഫായിട്ടുള്ള കയറ്റുപായലാണെങ്കിൽ അത് വലിയ വിഷമമാണ്. എല്ലാവർക്കും നല്ല പട്ടുമെത്തയിൽ മുട്ടുകുത്താനാണ് ഇഷ്ടം. അപ്പം മുട്ടുകുത്തുന്നതിൻ്റെ വിഷമം, നോമ്പെടുക്കുന്നതിൻ്റെ വിഷമം, ത്യാഗങ്ങൾ സഹിക്കുന്നതിൻ്റെ ഒക്കെ വിഷമത്തിൽ നിന്ന് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അങ്ങ് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞതും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിൽ നിന്നുമൊക്കെ നമ്മൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ത്യാഗങ്ങൾ സഹിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ദുർഗുണത്തെ നേരിടുന്നതിന് വേണ്ടി, എൻ്റെ ഒരു പാപത്തെ ഞാൻ അതിജീവിക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കണമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാനതിന് തയ്യാറല്ല, എനിക്കത് ഇഷ്ടമല്ല. ഒരു വേദന പോലും സഹിക്കാതെ ജീവിക്കണമെന്നാണ് നമ്മുടെ എല്ലാം എപ്പോഴും ഉള്ള ആഗ്രഹം. തലവേദന വന്നു, ഉടനെ നമ്മൾ പാരസെറ്റാമോൾ കഴിച്ചു. മറ്റെന്ത് വേദന വന്നാലും നമ്മൾ ഉടനെ അതിന് വേദന സംഹാരി കഴിച്ച് നമ്മൾ വേദനയെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വേദനയും സഹിക്കാൻ നമുക്ക് തയ്യാറല്ല. അല്പസമയം തലവേദന സഹിക്കാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കാൻ എനിക്കൊരു കുറച്ച് സഹനങ്ങൾ ആവശ്യമാണ് എന്ന ഒരു ചിന്ത നമുക്ക് ഇല്ല. ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പാപജീവിതത്തെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ദുർഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുവാൻ നമ്മുടെ പ്രയത്നം ഇല്ലാതാവുന്നതും അതിനനുസരിച്ച് പാപത്തിൻ്റെ ദുർഗുണങ്ങൾ നമ്മളിൽ വളർന്നുകൊണ്ടും ഇരിക്കുകയാണ്. പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു.
വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നല്ലാതെ ഇതിലൊന്നും എതിർക്കുവാൻ നമുക്ക് സാധ്യമല്ല. ത്യാഗങ്ങൾ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്ക് മടിയാണെന്ന് മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയെ അത് പഠിപ്പിക്കാൻ നമുക്ക് തീരെ താല്പര്യമില്ല. കൊച്ചുമക്കൾ അല്പം പോലും വേദനിക്കരുത് എന്നുള്ള താല്പര്യത്തിലാണ് മാതാപിതാക്കൾ വളർത്തുന്നത്. അപ്പോൾ നോമ്പിൻ്റെ ത്യാഗങ്ങളും മുട്ട നിൽക്കുന്ന ത്യാഗങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ത്യാഗങ്ങളും ഇതൊന്നും അവർ അനുഭവിക്കേണ്ട എന്ന് മാതാപിതാക്കൾ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വളർത്തുന്ന മക്കൾ എന്നെങ്കിലും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ത്യാഗങ്ങളെ അവർ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ വളരാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 394 ഖണ്ഡിക നമ്മോട് പറയുന്നു, ആരംഭം മുതലേ കൊലപാതകി എന്ന് യേശു വിശേഷിപ്പിക്കുന്നവൻ്റെ ആപത്കരമായ സ്വാധീനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തവനാണ് അവൻ. അപ്പോൾ ഈ ത്യാഗങ്ങളെ ഈശോയെപ്പോലും പിതാവായ ദൈവത്തിൽ നിന്നും യേശു ഏറ്റെടുത്ത സ്വീകരിച്ച ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് യേശുവിനെ പോലും പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ച ആ പൈശാചിക ശക്തി, വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ച പൈശാചിക ശക്തി നമ്മെയും എത്രത്തോളം വ്യതിചലിപ്പിക്കാനും എല്ലാ ത്യാഗങ്ങളിൽ നിന്നും, നമ്മുടെ മനുഷ്യപ്രയത്നങ്ങൾ, നമ്മുടെ സഹനങ്ങളിൽ നിന്ന്, നമ്മുടെ വേദനകളിൽ നിന്നൊക്കെ ഓടി അകലാൻ ഈ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഈ തിന്മയുടെ ശക്തി വിവിധ മാർഗങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നുമുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന ഒരു ചിന്താരീതി തന്നെ ഈ കാലഘട്ടത്തിൽ വളർന്നിട്ടുണ്ട്. അപ്പം മരുഭൂമിയിലെ പരീക്ഷയിലും നമ്മൾ കാണുന്നത് പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പൈശാചിക ശക്തി ചെയ്യുന്നത്. ഉപവസിച്ചപ്പോൾ ഈശോയ്ക്ക് വിശന്നു. നീ ഇങ്ങനെ വിശക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഈശോയോട് പറഞ്ഞു, ഈ കല്ല് അപ്പമായി ഭക്ഷിപ്പിച്ചാൽ പോരെ, എത്ര എളുപ്പമായി കാര്യങ്ങൾ, നീ വിശന്നിങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. 40 ദിവസം നീ എന്തിനാണ് ഉപവസിക്കുന്നത്? ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒരുക്കത്തിനായിട്ട്, ഈ പരസ്യ ജീവിതത്തിൽ വേണ്ട എല്ലാ കൃപകളും പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് 40 ദിവസം മരുഭൂമിയിൽ ഈശോ ഉപവസിക്കുകയാണ്. 40 ദിവസം ഉപവസിച്ചപ്പോൾ ഈശോയ്ക്ക് വിശന്നു. അവിടെ പ്രലോഭകന് ഓടിപ്പാഞ്ഞെത്തി, നീ ഇങ്ങനെ വിശന്നിരിക്കേണ്ട ഒരു കാര്യം ഇല്ല, നീ എന്തിനെങ്ങനെ വിശന്നിരിക്കുന്ന, ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞാൽ പോരെ, അവ അപ്പമായി തരും, നിനക്ക് ഭക്ഷിക്കാം, സുഖമായിട്ട് നിനക്ക് ജീവിക്കാമല്ലോ. അപ്പോൾ ഈ സുഖത്തിൻ്റെ ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഇന്ന് വളരെയധികം സ്വാധീനിച്ചു കഴിഞ്ഞു. എന്തിനിങ്ങനെ വിശന്നിരിക്കണം, എന്തിനിങ്ങനെ ത്യാഗങ്ങൾ സഹിക്കണം, എന്തിനിങ്ങനെ കയറ്റുപായയിൽ മുട്ടുകുത്തണം, എന്തിനിങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, എന്തിന് അനുതാപം നമ്മളത് ആവശ്യമായിരിക്കുന്നു? ഇതൊന്നും ആവശ്യമല്ല എന്ന് പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ച ആ ശക്തി ഇന്ന് ഇതൊക്കെ നമ്മളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം നമ്മൾ സ്വീകരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പറുദീസായിൽ വെച്ച് മനുഷ്യനെ വഴിതെറ്റിച്ച് പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൻ്റെ താളുകളിൽ മുഴുവനും മനുഷ്യൻ്റെ ഇടയിൽ ഈ തിന്മയുടെ ശക്തിയുടെ സ്വാധീനം ശക്തമായിട്ട് നമ്മൾ കാണുന്നു. ഇസ്രായേലിലെ രാജാക്കന്മാരും ഇസ്രായേലിലെ പ്രമാണിമാരും പുരോഹിതരും മതനേതാക്കളും ഇസ്രായേൽ ജനം മുഴുവനും അവരുടെ എല്ലാ പ്രവൃത്തികളിലും തിന്മ കലർത്തി, പൈശാചിക സ്വാധീനങ്ങൾ കലർത്തി. പിശാചിൻ്റെ സ്വരം അവർ കേട്ടു. മരുഭൂമിയിൽ വെച്ച് യേശു പിശാചിൻ്റെ സ്വരം കേൾക്കാതെ പിതാവിൽ നിന്നും ഏറ്റെടുത്ത ആ ദൗത്യത്തിൽ യേശു ഉറച്ചു നിന്നതുപോലെ രാജാക്കന്മാരും പ്രമാണിമാരും യഹൂദന്മാരും ഇസ്രായേൽ ജനം മുഴുവനും ഇന്ന് നമ്മളും പിതാവിൽ നിന്നും യേശു സ്വീകരിച്ച ആ ദൗത്യം നിർവഹിക്കാൻ യേശു ഉറച്ചു നിന്നതുപോലെ നമ്മളിന്ന് ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. ദൈവപുത്രൻ്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നതായിരുന്നു. ഫലത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും ഗൗരവമായത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച വഞ്ചനാപൂർണമായ പ്രലോഭനമായിരുന്നു. ഈ പിശാച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 394 ഖണ്ഡിക നമ്മോട് പറയുന്നു, ദൈവപുത്രൻ്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നതായിരുന്നു. ഫലത്തിൽ പിശാചിൻ്റെ പ്രവർത്തികളിൽ ഏറ്റവും ഗൗരവമായത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച വഞ്ചനാപൂർണമായ പ്രലോഭനമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇന്നും മനുഷ്യരുടെ ഇടയിൽ
പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ വഞ്ചനാപൂർണമായ പ്രലോഭനത്തിൽ പിശാച് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫലത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും ഗൗരവമായത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക. ഇന്നും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൈശാചിക ശക്തി ഇന്ന് നമുക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും എതിർക്കാൻ നമ്മളെ പഠിപ്പിക്കുക, ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യാൻ, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടക്കാൻ നമ്മളെ നിർബന്ധിക്കുക. ഇതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും. പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1 പത്രോസ് 4:1 തിരുവചനം, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കിവിടെ ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കിവിടെ ആയുധമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആയുധമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഈ ആയുധമാണ് നമ്മളെപ്പോഴും ധരിക്കേണ്ട ആയുധം. തിന്മയോടുള്ള നമ്മുടെ പ്രത്യാക്രമണത്തിന് ഇത് അത്യാവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ ആധ്യാത്മിക കാര്യങ്ങളിൽ കർത്താവിൻ്റെ വഴിയെ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ആയുധമായിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും ഞാൻ അന്വേഷിക്കേണ്ടത് കർത്താവ് എന്തു പറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കുദാശകളുടെ സ്വീകരണവും കുറയുമ്പോൾ നമ്മൾ ദുർബലരാകുന്നു. നമുക്കറിയാം, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ എനിക്ക് ക്ഷീണമുണ്ടാകും. ഞാൻ 2 നേരം ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എൻ്റെ ക്ഷീണം കുറച്ചുകൂടി വർദ്ധിക്കും. ഞാൻ ഒരു ദിവസം മുഴുവൻ 3 നേരവും ഭക്ഷണം കഴിച്ചു, ഒരു ദിവസം മുഴുവൻ ഞാൻ ഭക്ഷണം കഴിച്ചെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി ഇല്ലാതായിത്തീരും. ആരെങ്കിലും എനിക്കെതിരെ വന്നാൽ അവനെ എതിരിടാനുള്ള കരുത്ത് എനിക്ക് ഇല്ലാതെ പോകും. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ കുദാശകളുടെ സ്വീകരണം ഒരു ദിവസം ഒഴിവാക്കി, 2 ദിവസം ഒഴിവാക്കി, 3 ദിവസം ഒഴിവാക്കി. അപ്പോൾ എൻ്റെ ആത്മാവ് ദുർബലമാകും. തിന്മയുടെ ശക്തികളോട് എതിരിടാൻ കഴിയാതെ ഞാൻ ദുർബലനായി അവിടെ വീണുപോകും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ സ്വീകരണം, നമ്മുടെ പ്രാർത്ഥനകൾ, ജപമാല, ഇതെല്ലാം നമ്മൾ മുടക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ഇത് നമ്മൾ മുടക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവ് ശരീരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ക്ഷീണിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ക്ഷീണിക്കുകയും അവശനാവുകയും ചെയ്യുകയാണ്. തിന്മയെ നേരിടാനുള്ള കരുത്ത് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നു. ഇതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക. എൻ്റെ തിന്മയോടുള്ള പ്രലോഭനത്തിലെ പോരാട്ടത്തിൽ എനിക്ക് കരുത്ത് കർത്താവ് ആകും. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്വന്തമായ പ്രയത്നം മനുഷ്യചരിത്രം മുഴുവനും അന്ധകാര ശക്തിയോടുമായ തീവ്ര സംഘട്ടനത്തിൻ്റെ ചരിത്രമാണ്. ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ ഈ സംഘട്ടനം അവസാന ദിവസം വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന് കരണീയമായിട്ട് ഒന്നേയുള്ളൂ, നന്മയോട് ചേർന്ന് നിൽക്കാൻ ഉചിതമായി സമരം ചെയ്യുക. കൃപാവരത്തിൻ്റെ സഹായത്താലും സ്വന്തം കഠിന പ്രയത്നത്താലുമാണ് മനുഷ്യൻ തൻ്റെ ആന്തരിക ഐക്യം നേടിയെടുക്കേണ്ടത്. നമുക്ക് ഈ കരുത്ത് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ കൈവിട്ടുപോയ ഒരുപാട് നന്മകളുണ്ട്. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്ന വിധത്തിൽ അങ്ങയുടെ വഴികളിലൂടെ തിന്മയോട് പോരാടാൻ ഞങ്ങളെ എപ്പോഴും കരുത്തുള്ളവരാക്കി തീർക്കണമേ. കുദാശകളുടെ സ്വീകരണവും ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും അതിന് ഞങ്ങളെ എപ്പോഴും ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരനോട് ചേർന്ന് നിൽക്കുവാൻ അമ്മ ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കണമേ. അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് ഞങ്ങളെ അമ്മ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും